പണിയായിരുന്നു വാങ്ങാമെന്ന് പറയണതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് തോന്നുന്നു നമ്മുടെ ഡെക്കറേഷൻ. അപ്പം പെട്ടെന്നുള്ളൊരു ഓർഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ബേക്ക് ചെയ്യലും ഐസിങ് ചെയ്യലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബേക്ക് ചെയ്തിട്ട് കേക്കിൻ്റെ ചൂട് മാറുന്നേക്കാട്ടി മുമ്പ് തന്നെ ഐസിങ് ചെയ്തുകൊണ്ട് തന്നെ ക്രീം മെൽറ്റായിട്ട് കേക്ക് ആകെ തെന്നി മാറാൻ തുടങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ച ഒരു നിമിഷമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ധൈര്യം സംഭവിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തു. കാരണം നമ്മൾ എങ്ങനെ ചെയ്താലും കേക്ക് അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയാണ് ക്രം കോട്ട് ചെയ്തതെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അപ്പം ക്രം കോട്ട് ചെയ്ത് നേരെ അങ്ങോട്ട് ഫ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ചു. ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് എളുപ്പപ്പണി അങ്ങോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കാലോ എന്ന് നമ്മൾ വിചാരിക്കില്ലേ? അങ്ങനെയൊക്കെ വിചാരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു 8ന്റെ പണിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നൈറ്റ് ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെച്ച ശേഷം മോർണിംഗ് ഇത്തിരി നേരത്തെ അനുസരിച്ചാട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണത്. നൈറ്റ് ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ഒന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ചെയ്യേണ്ട ഒരു അടിപൊളി ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പം 2 ടയർ കേക്കിൻ്റെ ഡെക്കറേഷൻ കാട്ടിയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള റൗണ്ട് കേക്ക് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാക്സിമം അതേ മോഡൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച്